ഫ്ലേവർ ഉള്ളതും ഇല്ലാത്തതും വില കൂടിയമായിട്ടുള്ള സിഗരറ്റില് ഏതിലാണ് ഏറ്റവും കൂടുതൽ കറ നമ്മുടെ നെഞ്ചിൽ അടയ്ക്കാൻ നമുക്ക് നോക്കട്ടാ. അതിനുവേണ്ടി നേരെ കടയിൽ പോയി നമുക്ക് ആവശ്യമുള്ള 3 സിഗരറ്റും വാങ്ങിയതിന് ശേഷം ഇതേപോലെ റോഡ് സൈഡിൽ കിടക്കണ 2-3 കുപ്പിയും കൂടി പെറുക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കുപ്പിയും സിഗരറ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മുടെ പരീക്ഷണം തുടങ്ങാട്ടാ. ആദ്യം തന്നെ നമ്മുടെ ആ ഒരു 3 കുപ്പിന്റെ മൂടിയിലും ഈ സിഗരറ്റ് കയറുന്ന അളവിൽ കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒരു ഹോൾട്ട് എടുക്കാട്ടാ. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ ഒരു പഞ്ഞി. ആ ഒരു പഞ്ഞി നേരെ നമ്മുടെ ആ ഒരു മൂടിയിൽ ഇതേപോലെ കറക്റ്റ് ആയിട്ട് 3 എണ്ണത്തിൽ സെറ്റ് ചെയ്തെടുക്കുക. ഇനി വാങ്ങിയ 3 സിഗരറ്റ് ആ മൂടിയിൽ വെച്ചു കൊടുത്തതിന് ശേഷം പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ 3 വെള്ളം കുപ്പിയിലും ഫുള്ളായിട്ട് വെള്ളം കൂടി നിറച്ചെടുത്ത് പറഞ്ഞിട്ട് നമ്മുടെ 3/4 ഭാഗം പണി കഴിഞ്ഞൂട്ടാ. ഇനി ആ 3 മൂടി ആ കുപ്പിയിൽ വെച്ച് അടച്ചെടുത്തിട്ട് നേരെ ആ 3 സിഗരറ്റും കത്തിച്ചിട്ട് ആ കുപ്പിന്റെ മൂടിൽ ഒരു ഓട്ടയും കൂടി ഇട്ട് കൊടുത്തപ്പോ കണ്ട ആ സിഗരറ്റ് പുക മൊത്തം ആ കുപ്പിക്ക് വരുന്നത്. ഇനി ആ പുക മുഴുവനായിട്ട് ആ കുപ്പിക്ക് നിറയട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാട്ടാ. അങ്ങനെ 3 എണ്ണം കത്തിച്ചാല് 2 എണ്ണത്തിന്റെ പുക ഏകദേശം ഫുള്ളായിട്ട് ആ കുപ്പിയിൽ നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സാധാരണയായിട്ടുള്ള ഒരു സിഗരറ്റ് കത്തനുണ്ട്, പക്ഷെ പുക ഉള്ളിൽ കയറുന്നില്ല. എന്തായാലും അത് മാത്രം ഫ്ലോപ്പ് ആയി പോയി. ബാക്കിയുള്ള റിസൾട്ട് ഇപ്പൊ കാണിച്ചു തരാട്ടാ. 10-15 രൂപയുള്ള ആ ഒരു സിഗരറ്റ് കത്തി കഴിഞ്ഞപ്പോൾ ഇത്രയും പുകയുണ്ട് കിട്ടിയിരിക്കുന്നത്. ഇനി ആ ഫ്ലേവർ ഉള്ളത് നോക്കുമ്പോൾ ഇത്രയും പുകയും ഈ ഒരു കറിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ആ വില കൂടിയ സിഗരറ്റിൽ നിന്ന് കിട്ടിയ കറ ഇത്രയാണ്. രണ്ടും കൂടിയ സാധാരണ പഞ്ഞിനെടുത്ത് വെച്ച് നോക്കിയാൽ കണ്ടില്ലേ, ഇങ്ങനെയാണ് കറിയുള്ളത്. പിന്നെ ഈ 3 എണ്ണം മാത്രമല്ല, ഇതേപോലത്തെ ഏത് വലിക്കണമെങ്കിൽ അത്ര നല്ലതൊന്നല്ല. ആ പൈസയ്ക്ക് വല്ല കോഴിമുട്ടയോ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു പറയാൻ ശരീരത്തെങ്കിലും കാണും. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ആരും സിഗരറ്റ് വലി നിർത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ വലിയ തുടങ്ങാത്തവരുണ്ടെന്ന് പറയുന്നത് കണ്ടിട്ടെങ്കിലും തുടങ്ങാണ്ടിരിക്കുക. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.